എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഫൈനൽ കണക്ഷനും അങ്ങനെ DVR-ൻ്റെ കണക്ഷനും അങ്ങനെയൊക്കെയുള്ള ക്ലാസ് ചെയ്തപ്പോഴത്തേന് കുറേയധികം ലെങ്തി ആണെന്ന് എനിക്ക് തോന്നി. എങ്കിൽ കൂടിയിട്ട് കാര്യം അത് തുടക്കക്കാർക്ക്, അതായത് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ നല്ലോണം വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഞാൻ 2 വട്ടമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സന്ദർഭത്തിനനുസരിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ടുള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തവർക്ക് അത് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ചെയ്തത്. പക്ഷേ ഇത് കുറേ കാര്യങ്ങൾ, ബേസിക് കാര്യങ്ങളൊക്കെ കുറേ അറിയാവുന്നവരും, അതായത് ബേസിക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് അതൊരു അരോചകമായി തോന്നാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവർ ക്ഷമിക്കുക. കാര്യം ഇതൊന്നും അറിഞ്ഞുകൂടാത്ത, ഇതിനെപ്പറ്റി ഈ CCTV പറ്റി എന്താണെന്ന് അതെങ്ങനെയാണെന്ന് പോലും കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കും കൂടി ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്. ഓക്കെ, അതും കൂടെ നിങ്ങൾ മറ്റുള്ളവരും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോഴും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ. കണക്ഷനും CCTVയുടെ കണക്ഷനും അതൊക്കെ കൊടുക്കുന്നതിനെ പറ്റിയുള്ളൊരു ക്ലാസ്സാണ് കഴിഞ്ഞതുള്ള. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നവർ മുന്നിലുള്ള ക്ലാസ്സും കൂടെ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മുന്നിലുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. കൂടുതൽ 3+1 കേബിൾ, അതായത് നമ്മളിപ്പം ഇതിൽ 2 വയർ മതി നമുക്ക് DC കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ 2 വയർ മതി ഇതിൻ്റെ ക്യാമറയ്ക്ക് പവർ സപ്ലൈ കൊടുക്കാൻ. ഈ ഒരു വയറാണ് അത് ക്യാമറയുടെ PNC കണക്ടർ കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 വയർ. അപ്പോൾ നോർമലി ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ബ്ലാക്കും റെഡും കൂടെ നമ്മൾ DC പവറായിട്ട് കൊടുക്കും. DC പിന്നിന് കൊടുക്കും. ഈ ഗ്രീൻ വയറിനെ നമുക്ക് മൈക്രോഫോൺ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനുള്ളതാണ്. നമ്മളതിപ്പോൾ അവർ ഡമ്മി ആക്കുന്നില്ല. ഡമ്മി ആക്കാതെ തന്നെ ആ ഒരു വയറിനെ ഏതെങ്കിലും ഒരു കണക്ഷനായിട്ട് അങ്ങ് കൊടുത്തേക്കാം. കാര്യം പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരണമെങ്കിൽ ഡമ്മി ആക്കി നമ്മളിവിടെ കട്ട് ചെയ്ത് വിട്ടാൽ പിന്നീട് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരണമെങ്കിലും ഒരു ഒക്കെ പിന്നെ അത് വീണ്ടും ആ വയർ സ്കിൻ ചെയ്ത് കളയുന്നുണ്ട്. അപ്പോഴേ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ 2 വയറും കൂടെ നമ്മൾ ഒരുമിച്ച് കൊടുക്കണം. അതിനുശേഷം ന്യൂട്രൽ വയറിനെ അതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് ഇത് കൊടുക്കുന്നു. അപ്പോഴേ കണ്ടല്ലോ, ഈ 3 വയറാണ് ഇതിലുള്ളത്. നമ്മൾ ഈ DC പിന്നാണ് ഇത് കൊടുക്കാൻ നോക്കുന്നത്. DC പിന്നെ ഇത് മോൾഡ് ടൈപ്പാണ്. അല്ല, നമ്മൾ ഇത് കൊടുക്കുമായിരുന്നെങ്കിൽ ഇവിടെ പോസിറ്റീവ്, അതായത് പോസിറ്റീവായിട്ട് വരുന്നത് ഈ ഒരു വയർ, നമ്മൾ പോസിറ്റീവ് വയർ കൊടുക്കുന്നത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവായിട്ട് കൊടുത്തിരുന്നാൽ മതിയായിരുന്നു. ഈ ഒരു ടൈപ്പാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അതല്ല കൊടുക്കുന്നത്, ഇതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വയറിനുണ്ടോ, ഇത് റെഡും ഒരു ബ്ലാക്കിൻ്റെ മുകളിൽ റെഡ് ലൈനുള്ളു. ഈ ഒരു വയറെന്ന് പറഞ്ഞാൽ റെഡുണ്ട്, റെഡ് വയറുണ്ട്. അപ്പോൾ ബ്ലാക്കിൻ്റെ മുകളിൽ റെഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മീറ്റർ എടുക്കുക, ബസറിലേക്ക് ഇടുക, ഈ പുറത്തുള്ള ഈ ഔട്ടർ ഇതിൻ്റെ ബോഡിക്കകത്ത് ഏത് വയറാണ് കിട്ടുന്നത്. അപ്പോഴേ നമ്മൾ ഈ കളർ കോഡ് അനുസരിച്ച് ഈ ഒരു വയറാണ് വരേണ്ടത്. അപ്പോൾ ഇത് തന്നെയാണ് നെഗറ്റീവ്. കണ്ടല്ലോ, സംശയം ഉണ്ടെങ്കിൽ ഈ റെഡിനകത്ത് റെഡും ഗ്രീനും കൂടെ നമ്മൾ ഒരുമിച്ച് കൊടുത്തതേ ഉള്ളൂ. കൊടുക്കണ ആവശ്യമില്ല, ഏതെങ്കിലും ഒരു വയർ കൊടുത്താൽ മതി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ്. ഇപ്പോഴൊന്നും കൂടെ ഓർമ്മിച്ചതേ ഉള്ളൂ. റെഡിനകത്ത് നമ്മൾ റെഡ് കൊടുത്ത് ബ്ലാക്കിനകത്ത് ബ്ലാക്ക് കൊടുത്ത്
ഇത് രണ്ടും കൂടെ ഒരുമിച്ച് തട്ടാത്ത രീതിയിലായിരിക്കണം. നമ്മൾ കയറ്റിയിറക്കി കട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരുമിച്ച് തട്ടാത്ത രീതിയിൽ. ഇനി നമുക്കിതിനെ ടേപ്പ് ചെയ്യണം. മുമ്പ് അടുത്തത് ഞാൻ കാണിച്ചു തരാം വീഡിയോയുടെ. ഈ ഷീൽഡ് ഇതതിൻ്റെ നെഗറ്റീവ്, ഈ സിംഗിൾ സ്റ്റാൻഡ് വയർ അതിൻ്റെ പോസിറ്റീവ്. ഈ സിംഗിൾ സ്റ്റാൻഡ് വയറിൽ കറക്റ്റ് കട്ടാവാതെ സ്കിൻ ചെയ്യണം. ഇത് നമ്മുടെ ഈ പിന്നിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളതിൻ്റെ ഈ സ്ലീവ് അകത്തോട്ട് ഇട്ടുകൊണ്ട് ആദ്യം ഇതഴിച്ച് അകത്തോട്ടിടണം. അകത്തോട്ടിട്ട് നമ്മൾ ഈ സെൻറ്ററിലുള്ള ഇതിനകത്തോട്ട് കൊടുക്കും. എന്നിട്ട് നെഗറ്റീവിന് ഇതാ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ തട്ടാത്ത രീതിയിൽ നെഗറ്റീവ് കൊടുക്കും. ഇതിനകത്ത് ബോഡിയിൽ തട്ടാത്ത രീതിയിൽ നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇതിനകത്തോട്ട് കയറുന്ന രീതിയിലുള്ള മാത്രം നീളം മതി. അതിന് വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മോൾഡഡ് പിന്നാണ്. ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് ബ്ലാക്കാണ് ഇതിൻ്റെ കോമൺ ആയിട്ട് വരുന്നത്, റെഡ് അതിൻ്റെ സെൻറ്റർ പിന്നായിട്ട് വരും. ഇതും ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ബോഡിയിലേക്ക് നെഗറ്റീവ് ഒരു വയർ വയ്ക്കുക. ബോഡിയിലേക്ക് കൊടുക്കുക. ബ്ലാക്ക് വയറാണ് നെഗറ്റീവ്, മറ്റേ പോസിറ്റീവ് വരും. എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഈ ഷീൽഡ് വയറിൽ കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതാണ് നെഗറ്റീവായിട്ട് വരുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ നെഗറ്റീവ് കൊടുത്തിട്ട് ഇതിനതാ ഇങ്ങനെ ഇതിൻ്റെ കയറ്റി ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ സാധാ വയർ ജോയിൻ്റ് അടിക്കുന്ന കണക്ക് അങ്ങനെ സിംഗിൾ സ്റ്റാൻഡ് വയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. നമ്മൾക്ക് എങ്ങനെ യുക്തി ചെയ്യുമെന്ന് തോന്നുന്നത് നിങ്ങളുടെ യുക്തി അനുസരിച്ച് നല്ലോണം ജോയിൻ്റ് ചെയ്യുക. ഇത് രണ്ടും ഒരിക്കലും ഷോർട്ട് ആവരുത്. എന്നിട്ട് ഇതിനെ നമ്മൾ ആവശ്യത്തിനുള്ളതായത് ഇങ്ങോട്ട് ഇതും ചുറ്റി എടുത്തുകൊണ്ട് ഇത് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ കണക്ഷൻസ്. ഈ ഷീൽഡ് കൊടുത്തിരിക്കുന്ന ഈ വയർ ഇതിൻ്റെ ബോഡിയിലേക്കാണ് വരുന്നത്. അതാണ് അതിൻ്റെ നെഗറ്റീവ്. ഈ സെൻറ്ററിലുള്ള ഈ സെൻറ്ററിലുള്ള ഈ പിന്നെ അത് ഇതിൻ്റെ പോസിറ്റീവ്, അത് ഇവിടെയാണ് വരുന്നത്. ഇതാണ് ഇത് മോൾഡിനകത്ത്. മറ്റേതിനകത്താണെങ്കിൽ പറഞ്ഞ നേരത്തെ ഓർമ്മയുണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാതെ ഇതിനകത്തോട്ട് മറ്റേ നെഗറ്റീവ് കൊടുക്കുമ്പോഴത്തേന് ഇതിൽ ടച്ച് ആവാതെ കൊടുക്കണം. അപ്പോഴേ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഈ പാർട്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത തുടർ ക്ലാസ് ഇതേ പാർട്ടിൻ്റെ തുടർച്ചയായിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഒരു 4-5 ക്ലാസ്സും കൂടെയൊക്കെ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ആയിരിക്കും. പിന്നെയാണ് അതിൻ്റെ നമ്മൾ സെറ്റിങ്സിലേക്കൊക്കെ പോകുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്.